കോടതി വ്യവഹാരങ്ങളിൽ എങ്ങനെയാണ് സുജയ കൈകാര്യം ചെയ്യുക? എല്ലാ പ്രതിയും വണ്ടിപ്പെരിയാറിലെ പ്രതി അടക്കം വണ്ടിപ്പെരിയാറിൽ നീതി ഉറപ്പായിട്ടില്ല എന്നതുകൂടി ഞാനൊരു കാര്യം പറയട്ടെ. ഈ വണ്ടിപ്പെരിയാറിലെ പ്രതി അടക്കം, അതുകൊണ്ടാണല്ലോ ഞാൻ ആ കാര്യം പറയുന്നത്, വണ്ടിപ്പെരിയാറിലെ പ്രതി അടക്കം താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നേ കോടതിയിൽ പറയൂ. അങ്ങനെയാണല്ലോ ആർഗ്യുമെന്റ് തുടങ്ങിയത് തന്നെ. ഒരു കോടതിക്ക് ആരാണ് ആ മറച്ചുവെച്ച ആ കള്ളത്തരത്തെ തുറന്നു കാട്ടേണ്ടത്? സ്റ്റേറ്റ് ആണ്, പ്രോസിക്യൂഷൻ ആണ്, സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, ഇന്ന് ആരാണ് സുജയ, ഇന്ന് ആരാണ് ഈ പ്രതികൾക്ക് വേണ്ടി അവിടെ ഹാജരായത്? സർക്കാരിന് വേണ്ടി ഹാജരായത് ആരാണ്? അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്റ്റേറ്റ് അല്ലേ? SV രാജു സ്റ്റേറ്റ് അല്ലേ? ആ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയണ്ടേ 2014 ഇങ്ങനെ ഒരു പോളിസി ഉണ്ടെന്ന്, പുതിയൊരു പോളിസി ഉണ്ട് എന്ന്? മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞെന്താ, ഒരു കോടതിയിൽ പോയി ഒരു കുറ്റവാളി സ്വമേധയാ എല്ലാ വസ്തുതകളും ഹാജരാക്കും എന്നാണോ? മാത്രമല്ല, ഇത് ഗുജറാത്ത് ഹൈക്കോടതിക്ക് ബോധ്യമുണ്ടല്ലോ. ഗുജറാത്ത് ഹൈക്കോടതി രാധേശ്യാമിന്റെ കേസ് തള്ളിക്കളയുന്നത് എങ്ങനെയാണ്? അല്ലല്ലോ സാർ, എനിക്ക് ഒറ്റ പോയിന്റേ ഉള്ളൂ. ബാക്കി ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന പരമോന്നത നീതിന്യായ പീഠം എല്ലാ വശങ്ങളും പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ആർഗ്യുമെന്റ് പുട്ട് ഫോർത്ത് ചെയ്തത്. അതിൽ എനിക്ക് ഒറ്റ കാര്യത്തിലെ ഡിസ്പ്യൂട്ട് ഉള്ളൂ. അതിൽ കോടതി വിധിയെ അടിസ്ഥാനമാക്കിയെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ സർക്കാർ ഇങ്ങനെയാണ്, സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ ന്യൂനതയാണ്, അല്ലെങ്കിൽ കോടതിയെ കയ്യേറിയെന്നാണല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സുപ്രീം കോടതി കോടതിയെ കുറിച്ചാണല്ലോ പറയുന്നത്. സുപ്രീം കോടതിയിൽ ഇങ്ങനെയുള്ള വിധികൾ പ്രതീക്ഷിക്കേണ്ടതില്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയുള്ള വിധികൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. സുജയുടെ ആർഗ്യുമെന്റ് ഇന്ന് BJP ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ഞാനൊരു ടെസ്റ്റായിട്ടാണ് കാണുന്നത്. കാര്യം സുജയ പറഞ്ഞത് വളരെ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണം വ്യക്തതയും വരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. സുജയ പറഞ്ഞ 3 പോയിന്റ്. നമ്പർ 1, ഇത് സ്റ്റേറ്റിനെതിരെയുള്ള വിധിയല്ല, അതിനെയാണ് നമ്മൾ ഖണ്ഡിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചത്, ഗുജറാത്ത് സ്റ്റേറ്റിനെതിരെയുമുള്ള വിധിയാണ്. അവിടെ ഒരൊറ്റ വരിയെ പറയത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ സുപ്രീം കോടതി പറയുന്നു, ശരിയാണ് സുജയ പറയുന്നു, സുപ്രീം കോടതി പറയുന്നു നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് ചെയ്ത് പ്രോസസ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനറിയാലോ 2014 ഞങ്ങളിങ്ങനെ പോളിസി പാസ്സാക്കിയിട്ടുണ്ടെന്ന്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സുജയ, ഗ്യാങ് റേപ്പ്, മർഡർ എന്നിങ്ങനെയുള്ളത് ഹീനിയസ് ക്രൈംസ് ആണെന്നും ആ ഹീനിയസ് ക്രൈംസിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്നുമാണ് 2014 റെമിഷൻ പോളിസി പറയുന്നത്. അത് പ്രകാരം ആരെയൊക്കെ പുറത്ത് വിടാമെന്നറിയാമോ? 60 വയസ്സിന് മുകളിൽ പ്രായമായ വാർദ്ധക്യ സഹജമായ കാര്യങ്ങളുള്ളവരെ പുറത്തേക്ക് വിടാം, ഇളവ് കൊടുക്കാം. സീരിയസ്ലിയിൽ വളരെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ പുറത്തേക്ക് വിടാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിമൻ ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കും ഇളവ് കൊടുക്കാം. ഇതേ കൊടുക്കാൻ കഴിയുള്ളൂ. ആ പോളിസി പാസ്സാക്കിയ സർക്കാർ, ഈ പറയുന്ന 2014 പോളിസി പാസ്സാക്കിയ സർക്കാർക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ പോളിസി ഞങ്ങളുടെ പോളിസിയാണെന്ന്. അപ്പോൾ 2022 ഈ വിധിയുടെ ഭാഗമായിട്ട് ഇത് നടപ്പാക്കുന്നതേ. അപ്പോൾ അത് കണ്ണടയ്ക്കുന്നു എന്ന് പറയും. അതാണ് ഒരു കാര്യം ആ പാനൽ, ഒരു നിമിഷം നികേഷ് കുമാർ, ആ പാനൽ ഉൾപ്പെട്ട ഒരു MLA യുടെ പേര് ഞാൻ പറയാം, CK റൗൾജി. ആരാണ് CK റൗൾജി? ഇവർ ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ബ്രാഹ്മണർ ഗുഡ് സംസ്കാർ ഉള്ളവരാണ്, നല്ല സംസ്കാരമുള്ളവരായതുകൊണ്ട് അതിപ്പോൾ ഏത് പാർട്ടിയിലായാലും, അത് ഏത് പാർട്ടിയിൽ, BJP ആയാലും CPIM ആയാലും, ഇവിടെ വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ പാർട്ടി ബന്ധം പറയാനും എനിക്ക് മടിയില്ല, എനിക്ക് മടിയില്ല. കേരളത്തിൽ നടക്കുന്ന ക്രൈം റേറ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ട് എന്നത് കൂടി പരിശോധിച്ച് വണ്ടിപ്പെരിയാറിലും പ്രതിയുടെ പാർട്ടി ബന്ധം പറയാൻ എനിക്ക് മടിയില്ല, എനിക്ക് മടിയില്ല. ഗുജറാത്ത് കലാപകാലത്തെ അല്ല സ്മൃതി പരുത്തിക്കാട് അങ്ങനെ ഏകപക്ഷീയമായി ചർച്ചയെ കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു. വണ്ടിപ്പെരിയാറിൽ നീതി ഉറപ്പാക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള പാർട്ടി പ്രതിനിധി പോലും ഇന്ന് വന്നില്ലല്ലോ. BJP പ്രതിനിധിക്ക് പോലും പറയാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. കാര്യം അത് മനസാക്ഷിക്ക് പോലും നിരക്കാത്തതാണ്. നമുക്കതെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? ബിൽക്കിസ് ബാനുവിന്റെ റേപ്പ് കേസ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ റേപ്പ് കേസുകളിൽ ഒന്ന്. ഡോക്ടർ അരുൺ, ആ റേപ്പ് കേസിനെ ഞാൻ ന്യായീകരിച്ചു എന്ന വാദം ഉയർത്താൻ സ്മൃതി പരുത്തിക്കാടും ഡോക്ടർ അരുൺകുമാറും ശ്രമിക്കുന്നത് ഞാൻ സർക്കാർ ഇതിലൊരു പങ്കുമില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് പൂർണ്ണമായും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വാചകങ്ങൾ അല്ല നിങ്ങൾ വളച്ചൊടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ
ഞാനത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ട് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. അങ്ങനെ വളച്ചൊടിക്കുന്നതിന് ഇരുന്ന് തരാൻ എന്നെ കിട്ടില്ല ഇനി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാചകം എന്താണെന്ന് ഞാൻ പറയാം. ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് നിയമപ്രകാരം അല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 432 വകുപ്പിന്റെ 7ാം ഉപവകുപ്പ് പ്രകാരം വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അവിടെ തെറ്റ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് മാത്രമേ അതല്ലേ നോക്കൂ സുജയ, അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അല്ല, ഞാൻ ബിൽക്കിസ് സർക്കാരിന്റെ ഒത്താശയാണ് ഈ കേസിൽ, ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ നീതി നിഷേധിക്കപ്പെട്ടത്. അല്ല ഡോക്ടർ ഒരേ ഒരു സ്ത്രീപക്ഷവാദിയേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള നീക്കം അത് നടക്കില്ല. ഞാൻ പറഞ്ഞത് ബിൽക്കിസ് ബാനുവിന് അനുകൂലമായി തന്നെയാണ്. Meet the editors.